ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിപുരാതനവും പവിത്രവുമായ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലെജൻഡറി ക്യാമ്പസുകളിൽ ഒന്നായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്. 1916 മഹാമന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യജിയുടെ വിഷനിൽ തുടങ്ങിയ PHU ഇന്ന് 1300 കൂടുതൽ ഏക്കറിൽ പരന്നു കിടക്കുന്ന വിശാലമായ ഒരു മിനി സിറ്റി തന്നെയാണ്. പാരമ്പര്യ വൈജ്ഞാനിക മികവിനോടൊപ്പം ആധുനിക വിദ്യാഭ്യാസവും കൂടിക്കലർന്ന അതുല്യമായ ഒരു സ്പേസ്. ഇന്ത്യൻ പൈതൃകത്തിനനുസൃതമായി എല്ലാ മതവിശ്വാസികളും ഒത്തുചേരുന്ന ഒരു വിശ്വവിദ്യാലയം. ഇതാണ് ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയുടെ യഥാർത്ഥ മുഖം. സ്നേഹവും ഐക്യവും സഹിഷ്ണുതയും കാണാം ഈ ക്യാമ്പസിൽ. ആർട്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ, പെർഫോമിംഗ് ആർട്സ് തുടങ്ങി ഏത് മേഖലയിലും കഴിവ് തെളിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BHU നിങ്ങൾക്കായി ഒരുപാട് അവസരങ്ങൾ വഴിയൊരുക്കുന്നു. 30,000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2,000-ൽ കൂടുതൽ പ്രൊഫസേഴ്സും സ്റ്റാഫും പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പസ് എല്ലാ അർത്ഥത്തിലും ഒരു മൾട്ടി കൾച്ചറൽ ഹബ്ബാണ്. ഇവിടെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വരൂ, നമുക്ക് ആരംഭിക്കാം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിന്റെ ഒരു എപ്പിക് ക്യാമ്പസ് ടൂർ. ഹിസ്റ്ററി, കൾച്ചർ, ഡൈവേഴ്സിറ്റി എല്ലാം ഒരു ഫ്രെയിമിൽ. BHUവിന്റെ സ്റ്റോറി ലിറ്ററലി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനോടൊപ്പം വളർന്നതാണ്. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ വിപ്ലവം അനിവാര്യമായിരുന്നു. മദൻ മോഹൻ മാളവ്യജി ഒരു വിഷൻ കണ്ടു. ആധുനിക ശാസ്ത്രവും ഇന്ത്യൻ പാരമ്പര്യ വിജ്ഞാനവും കൂടിച്ചേരുന്ന ഒരു യൂണിവേഴ്സിറ്റി. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമവിദഗ്ധനുമായ മദൻ മോഹൻ മാളവ്യജി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ റിഫോർമർ ആനി ബെസന്റുമായി കൂടിച്ചേർന്ന് 1916 ഒരു ലെജിസ്ലേറ്റീവ് ആക്ടിലൂടെ BHU സ്ഥാപിച്ചു. ഒരു ചെറിയ കോളേജായി തുടങ്ങിയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിലുള്ള ഏറ്റവും എലീറ്റായ ക്യാമ്പസുകളിൽ ഒന്നാണ്. മദൻ മോഹൻ മാളവ്യജി ഈ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഇതൊരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയായി മാറ്റണമെന്ന്. ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ റിസൈഡ് ചെയ്യുമെന്ന്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നാം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഞാനിപ്പോൾ നിൽക്കുന്നത് മാളവ്യ ഭവന്റെ മുമ്പിലാണ്. BHU തൻ്റെ ഫൗണ്ടറോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചതാണ് ഈ മാളവ്യ കോംപ്ലക്സ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യജി, BHUവിൻ്റെ ഫൗണ്ടർ. 1861 ഡിസംബർ 25 അന്നത്തെ അലഹബാദിൽ, ഇപ്പോൾ പ്രയാഗ്രാജിൽ ജനിച്ച അദ്ദേഹം ഹിന്ദി, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ നിപുണനായിരുന്നു. തൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി. കുറച്ചു കാലം ജേർണലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി സ്വന്തമാക്കി. ഒരു മികച്ച അഭിഭാഷകനായിരുന്ന അദ്ദേഹം അന്ന് കൊടുമ്പിരി കൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരത്തിലും മുൻനിരയിലുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3 തവണ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ആദ്യമായി മഹാമന എന്ന് വിളിച്ചത് വേറെ ആരുമല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പണ്ഡിറ്റ് എന്നും വിളിച്ചു. ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആധുനികമായ വെല്ലുവിളികളെ ഇന്ത്യ രാജ്യം നേരിടാൻ ഒരു മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വേണമെന്ന് വിശ്വസിച്ചിരുന്ന മാളവ്യജി തൻ്റെ അഭിഭാഷക വൃത്തിയും മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ ചെലവഴിച്ചു. അങ്ങനെ 1916 ഈ യൂണിവേഴ്സിറ്റി ഒരു യാഥാർത്ഥ്യമായി. അദ്ദേഹം പ്രശസ്തമാക്കിയ ഒരു മോട്ടോയുണ്ട്, സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇങ്ങനെയായിരുന്നു: വിദ്യാഭ്യാസം മാത്രമേ മനുഷ്യനെ സ്വതന്ത്രരാക്കുകയുള്ളൂ, വിദ്യാഭ്യാസം ഒരു രാഷ്ട്രത്തെ മഹത്വയാക്കുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണ്. ഇതിന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇന്ത്യയിലെയും വിദേശത്തുമുള്ള ഒരുപാട് കണക്കുകൾ. ഏറ്റവും മുൻനിരയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള റാങ്കിങ്ങിലെല്ലാം BHU നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFൽ ഏറ്റവും മുൻനിരയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. എല്ലാ വർഷവും ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റികൾക്കാണെങ്കിൽ അതിലൊരു യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും BHU ആണ്.
കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ 2024 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 6th ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് NIRF വിലയിരുത്തിയിരിക്കുന്നത്. കൂടാതെ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, മെഡിസിൻ, ലോ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ BHU നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. QS വേൾഡ് റാങ്കിങ്ങിൽ അതുപോലെ തന്നെ ടൈം ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലെല്ലാം BHU മുൻനിരയിലുണ്ട്. അവരുടെ എല്ലാവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും BHU തന്നെയാണ്. കൂടാതെ A+ അക്രഡിഷനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ അർത്ഥം ഗവേഷണ സാധ്യതയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും അക്കാഡമിക് മികവും എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ നല്ലൊരു കലാലയം തന്നെയാണ് BHU. കൂടാതെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യയിലെ 8 പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയം. ഈ യൂണിവേഴ്സിറ്റി ഒരുപാട് മഹത്തുക്കളെ വാർത്തെടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മെയിൻ കവാടമാണ് ലങ്ക ഗേറ്റ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പ്രതീകമാണ് ഈ ഒരു ഗേറ്റ്. ഒരു നൂറ്റാണ്ടിലധികമായുള്ള സർവകലാശാലയുടെ സമ്പന്നമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ കവാടം ഇന്ത്യയിലെ പ്രാചീനവും ആധുനികവുമായ വിദ്യാഭ്യാസത്തിന്റെ അനന്യമായ സംയോജനത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന്, ഇന്ത്യയിൽ ലഭ്യമായ ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനം ഇവിടെ നൽകുന്നു. അതിനായി ക്യാമ്പസിനുള്ളിൽ 15ഓളം ഫാക്കൽറ്റികൾ തയ്യാറാണ്. ഫാക്കൽറ്റി ഓഫ് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, ലോ, മെഡിസിൻ, അഗ്രികൾച്ചർ, പെർഫോമിംഗ് ആർട്സ്, വിഷ്വൽ ആർട്സ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ്, സാൻസ്ക്രിറ്റ്, ആയുർവേദ, ഡെന്റൽ സയൻസ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, എൻവയറൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ 6ഓളം ഫാക്കൽറ്റികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിൽ പ്രവർത്തിക്കുന്നു. ബനാറസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെട്ടിരുന്ന BHUവിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് IIT BHU ആയി തിളങ്ങുന്നു. ആധുനികമായ എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു മികച്ച ക്യാമ്പസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഘടകമാണ് ക്യാമ്പസിലെ ലൈബ്രറി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്ര ലൈബ്രറിയായ സായാജി റാവ് ഗേക്വാഡ് സെൻട്രൽ ലൈബ്രറിയുടെ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശാലമായ ലൈബ്രറികളിലൊന്നായ ഈ ഒരു ലൈബ്രറി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന അറിവിൻ്റെ ഒരു മഹാശേഖരം തന്നെയാണ്. ഇവിടെ ഈ ലൈബ്രറിയിൽ 12 ലക്ഷത്തിലധികം പുസ്തകങ്ങളും അക്കാഡമിക് റെഫറൻസ് ജേർണലുകളും കയ്യെഴുത്ത് പ്രതികളും അമൂല്യമായ ഒരുപാട് ഗ്രന്ഥങ്ങളുമുണ്ട്. ക്യാമ്പസിൽ വിശാലമായ റീഡിംഗ് റൂം സ്പേസുകളുണ്ട്. ഇവിടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഇരിക്കാം. ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഒരു ദിവസത്തെ ഭൂരിഭാഗ സമയവും ലൈബ്രറി ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏത് സമയവും ഇവിടുത്തെ ഫെസിലിറ്റി യൂസ് ചെയ്യാം. ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതമാണ് ഏറ്റവും എളുപ്പത്തിൽ തന്നെ പുസ്തകങ്ങൾ ഇഷ്യൂ ചെയ്യാനുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഇഷ്യൂയിങ് സിസ്റ്റം ഇവിടെയുണ്ട്. സെൻട്രൽ ലൈബ്രറിയോട് ചേർന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലൈബ്രറി കോംപ്ലക്സ് ആണ് സൈബർ ലൈബ്രറി. ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുപാട് കമ്പ്യൂട്ടർ ആൻഡ് റിലേറ്റഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് നമുക്ക് കാണാം. UPSC, NET JRF തുടങ്ങി ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ സ്രോതസ്സുകൾ, ഡാറ്റാബേസുകൾ കൊണ്ട് BHU സജ്ജമാണ്. 24/7 വൈഫൈ സർവീസ് കൊണ്ട് സജ്ജമായിരിക്കുന്ന ഈ ഒരു ക്യാമ്പസ് അതിലൂടെ ലേണിംഗിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പഠനം കഴിഞ്ഞാലുടനെ തന്നെ ജോലി. അത്തരത്തിലുള്ള ഒരു സുവർണ അവസരം നൽകുന്ന BHUവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ സയൻസിന്റെ വിശാലമായ അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെയുള്ളത് ഫസ്റ്റ് ഇയർ ഡയറി ടെക്നോളജി പഠിക്കുന്ന ആഷ്ലിൻ. പ്രേക്ഷകർക്കായി ഒന്ന് പരിചയപ്പെടുത്താമോ? കൂട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ നൽകുന്ന സുവർണ അവസരങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? നമസ്കാരം, എൻ്റെ പേര് ആഷ്ലിൻ ബൈജു. ഞാനിവിടെ BTech ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. നാട്ടിൽ തൃശ്ശൂരാണ്. അപ്പോൾ BHUവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ് 4 കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. പിന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും അതോടൊപ്പം പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസ് BHUവിലെ. ഒരു വിദ്യാർത്ഥിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അതിൽ 4 എന്നെ സംബന്ധിച്ചിടത്തോളം കരസ്ഥമാക്കിയിട്ടുള്ളതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ റെപ്യൂട്ടേഷൻ ആൻഡ് ലെഗസി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യം കൈക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ആ പാരമ്പര്യത്തോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള പഠന രീതികളും വേൾഡ് ക്ലാസ് ഫാക്കൽറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഒരു പ്യുവർ അക്കാഡമിക്സിനെ കാട്ടും ഒരു വിദ്യാർത്ഥിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും
പേഴ്സണൽ ട്രേഡ് ഡെവലപ്മെൻറ്റും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൊണ്ടുവരാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി. നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ വളരെ അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊഫസേഴ്സാണ്. അവരൊക്കെ ഇതിൽ ഈ ഫീൽഡിൽ എക്സൽ ചെയ്തിട്ടുള്ള പ്രൊഫസേഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ആഷ്ലിൻ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് പ്ലേസ്മെന്റ്സിനെ കുറിച്ചിട്ട്. BHUവിലാണെങ്കിൽ നല്ലൊരു പ്ലേസ്മെന്റ് ട്രാക്ക് റെക്കോർഡുള്ള ഫാക്കൽറ്റികളിൽ ഒന്ന് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്ലേസ്മെന്റ് ട്രെൻഡിനെ കുറിച്ചൊന്ന് പറയാം. അതെ, കമ്പാരിറ്റീവ്ലി വേറെ യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് വളരെ ബെറ്ററാണ്. അറൗണ്ട് 50 to 60% സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് പാക്കേജ് പോയിട്ടുള്ളത് 16 LPA ആണ്. പിന്നെ ഓൺ ആൻ ആവറേജ് 8 തൊട്ട് 9 LPA വരെ കിട്ടും. BHU ക്യാമ്പസിനുള്ളിലെ ശ്രീ വിശ്വനാഥ് ക്ഷേത്രം വാരണാസിയിലെ പ്രശസ്തമായ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന്റെ പ്രതിരൂപമാണ്. 1966 നിർമ്മിച്ച ഈ ക്ഷേത്രം ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിച്ച് വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും ഒരു പ്രധാന ആരാധനാലയമാണ്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഇന്ത്യൻ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് BHU ക്യാമ്പസിന്റെ ആത്മീയ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള സന്ധ്യാ ആരതി ഒരു അതുല്യമായ അനുഭവമാണ്. ഭക്തിയും ശാന്തിയും ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം. കൂടാതെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സർക്കിൾ കൂടിയാണ് ന്യൂ വിശ്വനാഥ് ടെമ്പിൾ. BHU ക്യാമ്പസിലെ സർ സുന്ദർലാൽ ഹോസ്പിറ്റലിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സർ സുന്ദർലാൽ. ഈ ഒരു സ്ഥാപനം നോർത്ത് ഇന്ത്യയിലെ എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാപരമായ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. 1926 രൂപീകരിച്ച ഈ ഒരു സ്ഥാപനം ഇന്ന് BHU ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ചിട്ട് നല്ലൊരു ആരോഗ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷത 900-ൽ കൂടുതൽ ബെഡുകളും 30-ൽ കൂടുതൽ സ്പെഷ്യാലിറ്റികളുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു ആരോഗ്യ സ്ഥാപനമാണ്. BHUവിൻ്റെ ട്രോമ സെന്റർ അത്യാധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിറവേറ്റുന്ന ഒരു മികച്ച ട്രോമ കെയർ യൂണിറ്റാണ്. മികച്ച പരിശീലനത്തോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവന താല്പര്യത്തോടെ റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് സർ സുന്ദർലാൽ. ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ BHUവിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് ഹെൽത്ത് സെൻ്ററോടൊപ്പം തന്നെ സർ സുന്ദർലാലും ട്രോമ കെയർ സെൻ്ററും തയ്യാറാണ്. പൂർണ്ണമായിട്ടും സൗജന്യത്തോടുകൂടി എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്കൽറ്റികളിൽ ഒന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മെഡിക്കൽ സ്ഥാപനം തന്നെയാണ് IMS. IMSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖ ഫാക്കൽറ്റികളിൽ ഒന്ന് തന്നെയാണ് ഫാക്കൽറ്റി ഓഫ് ആയുർവേദ. നമുക്ക് ഇവ രണ്ടിനെക്കുറിച്ചും കൂടുതൽ അറിയാം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മിഥുൻ ഇവിടെ ഫൈനൽ ഇയർ MD റെസിഡൻ്റ് ആണ് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഒരുപാട് വിദ്യാർത്ഥികളും ഒരുപാട് ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെയാണ് BHUവിൻ്റെ IMS. സോ ഡോക്ടർ, IMSനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ? കൂട്ടത്തിൽ ഇവിടുത്തെ ഫാക്കൽറ്റി ഓഫ് ആയുർവേദ നൽകുന്ന കോഴ്സുകളെ കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഒന്നറിയാമോ? ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മിഥുൻ. ഞാനിവിടെ MD സ്കോളറാണ്, ഫാക്കൽറ്റി ഓഫ് ആയുർവേദ IMS BHU. ആയുർവേദ അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചായിട്ടാണ് മദൻ മോഹൻ മാലവിയ 1970 കാലഘട്ടങ്ങളിൽ സ്ഥാപിതമാക്കിയിട്ടുള്ളത്. അപ്പോൾ IMSൻ്റെ കീഴിൽ വരുന്നുള്ളത് ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, ഫാക്കൽറ്റി ഓഫ് ഡെൻ്റൽ സയൻസസ്, ഫാക്കൽറ്റി ഓഫ് ആയുർവേദ. അപ്പോൾ അതിൽ ഫാക്കൽറ്റി ഓഫ് ആയുർവേദയിൽ പറയുമ്പം ബേസിക്കലി ഞാൻ ആയുർവേദത്തിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫാക്കൽറ്റി ഓഫ് ആയുർവേദയിൽ കുറേയധികം പ്രോഗ്രാംസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം BAMS കോഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ടുള്ള MD-MS ഉണ്ട്. ഇവിടെ സർജറി ഉണ്ട്, മാസ്റ്റർ ഓഫ് സർജറിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ PhD പ്രോഗ്രാംസ് ഉണ്ട്, PhD ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ പേഷ്യൻ്റ് കെയർ എന്നുള്ള തലത്തിൽ ഈ IMS ക്യാമ്പസിൻ്റെ തന്നെ തൊട്ട് മുന്നിലായിട്ടാണ് ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ജനങ്ങൾക്ക് എത്രത്തോളം അവയർനെസ് ഉണ്ടെന്ന് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആയുർവേദത്തിലും കുറേയധികം സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൈനക്കോളജി ആവട്ടെ, പീഡിയാട്രിക്സ് ആവട്ടെ, ജനറൽ മെഡിസിൻ ആവട്ടെ, ഒഫ്താൽമോളജി ENT ആവട്ടെ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചകർമ്മ തെറാപ്പികൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവാം, കേരളീയ പഞ്ചകർമ്മ തെറാപ്പി. അതിനോടനുബന്ധിച്ച് എനോറക്ടൽ കേസസ് ആയിട്ടുള്ള ARC ട്രീറ്റ്മെൻറ്റ്, ക്ഷാരസൂത്ര ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കൂടാതെ തന്നെ ആയുർവേദിക് ഹെർബൽ ഗാർഡനും ആയുർവേദിക് ഫാർമസി, ഡ്രഗ് ആൻഡ് ഫോർമുലേഷന് വേണ്ടിയിട്ട് പിന്നെ കുറേയധികം അസോസിയേഷൻസ് നമുക്കുണ്ട്. അതായത് മെഡിസിനൽ കെമിസ്ട്രി ആയിട്ടുള്ള അതിൻ്റെ കൊളാബ്, പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുള്ള കൊളാബ്, അങ്ങനെ ഒരു വലിയ തോതിൽ തന്നെ ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് IMS എന്നുള്ള രീതിയിൽ ഫാക്കൽറ്റി ഓഫ് ആയുർവേദിക് മെഡിസിനിൽ.
പിന്നെ അതോടൊപ്പം നമുക്ക് ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ പറയുകയാണെങ്കിൽ അവരുടെ UG പ്രോഗ്രാംസാണ് MBBS വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ MD പ്രോഗ്രാമും MS പ്രോഗ്രാംസും വരുന്നുണ്ട്. പിന്നെ അവർക്ക് കുറേ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, MCH പ്രോഗ്രാംസ് ഒക്കെ പറയും. പിന്നെ PhD തന്നെ ഉണ്ട്. അവരുടെ പേഷ്യൻ്റ് കെയർ തരത്തിൽ ഇവരുടെ സെറ്റപ്പുകൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തലത്തിലാണ്. ട്രോമ സെൻറ്റർ ഉണ്ട് ഇവിടെ, ക്യാമ്പസിൻ്റെ പുറത്തായിട്ടാണ് ട്രോമ സെൻറ്റർ. അത് 24/7 ട്രോമ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ട്. അവിടെ ഒഫ്താൽമോളജി, ന്യൂറോളജി, പിന്നെ ഗാസ്ട്രോഎൻട്രോളജി, പിന്നെ എല്ലാം നെഫ്രോളജി, എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സർ സുന്ദർലാൽ ഹോസ്പിറ്റലും കൂടിയുണ്ട്. അവിടെ ഏകദേശം ഒരു 1000 പേഷ്യൻസിനെ ഒരുമിച്ച് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹോസ്പിറ്റൽ കെട്ടിപ്പണിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഫാക്കൽറ്റി ഓഫ് മെഡിസിനിലെ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഡെൻ്റൽ സയൻസ്, ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ. അപ്പം അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്നൊരു ഫാക്കൽറ്റിയാണ് ഫാക്കൽറ്റി ഓഫ് ഡെൻ്റൽ സയൻസ്. അപ്പോൾ അവിടെ തന്നെ കുറേയധികം പ്രോഗ്രാംസ് ലൈക്ക് UG പ്രോഗ്രാംസ് വരുന്നുണ്ട്, BDS പ്രോഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള MDS പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ കുറേയധികം സൂപ്പർ സ്പെഷ്യാലിറ്റി PhD കോഴ്സുകളും വരുന്നുണ്ട്. അതോടൊപ്പം കുറേയധികം അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ക്രാനിയോഫേഷ്യൽ സർജറി, പിന്നെ ഇംപ്ലാന്റോളജി, പിന്നെ പീഡിയാട്രിക് ഡെന്റിസ്ട്രി. അപ്പം അതിൻ്റെ ഒപ്പമുള്ള ഈ പുതിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടി വന്നപ്പോൾ ഇത്രയും സൗകര്യം ഒരുമിച്ച് ജനങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടെ തന്നെ ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഫ്രീ മെഡിസിൻസും കാര്യങ്ങളും കുറേയധികം ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതോടൊപ്പം സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ പലയധികം പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസും റിസർച്ച് പ്രോഗ്രാംസും ഈസിലി അവൈലബിൾ ആക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങൾക്ക്. പിന്നെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ വളരെയധികം നല്ല രീതിയിൽ മെഡിക്കൽ ക്യാമ്പ്സും മെഡിസിൻ ഡിസ്ട്രിബ്യൂഷനും അതോടൊപ്പം ഹെൽത്ത് മേളാസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. സോ ഡോക്ടർ പറഞ്ഞ മാതിരി എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു മെഡിക്കൽ സ്ഥാപനം തന്നെയാണ് ഇവിടുത്തെ IMS. വെദർ ഇറ്റ്സ് അക്കാഡമിക് ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, ഇനി ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം നല്ലൊരു ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിലേറ്റവും ബെനിഫിഷ്യറീസിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടുത്തെ സ്റ്റുഡൻസ് കൂടിയാണ്. ഡോക്ടർ പറഞ്ഞ മാതിരി സൗജന്യമായ രീതിയിൽ ചികിത്സകളും മരുന്നുകളായിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റുഡൻസിന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ ഈ സ്ഥാപനം കൊണ്ട് വലിയ ഉപകാരമുണ്ട്. സോ മെഡിക്കൽ മേഖലയിൽ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ് IMS, അതുപോലെ തന്നെ സുന്ദർലാൽ ഹോസ്പിറ്റൽ. സോ ഇത്ര നേരം എന്നോട് സംസാരിച്ച ഡോക്ടറിന് നന്ദി. സോ താങ്ക് യു ഡോക്ടർ ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. ഇവിടെ നല്ലൊരു ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ഇവിടെ നമ്മുടെ BHUവിലുണ്ട്. ഫാക്കൽറ്റി ഓഫ് മെഡിസിനിലായിക്കോട്ടെ, ഫാക്കൽറ്റി ഓഫ് ആയുർവേദ ആയിക്കോട്ടെ. സോ ഡോക്ടേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇവിടെ നല്ലൊരു സുവർണ അവസരമുണ്ട്. ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്യാമ്പസിലെ ഹോസ്റ്റൽ. ഇക്കാര്യത്തിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വളരെ മുൻനിരയിൽ തന്നെയാണ്. ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി ക്യാമ്പസ് ഹോസ്റ്റലുകൾ തയ്യാറാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ക്യാമ്പസിലെ റെസിഡൻസിലൂടെ തന്നെ. എൻ്റെ കൂടെയുള്ളത് വേദപ്രകാശ് ഇവിടെ ഫസ്റ്റ് ഇയർ MA ആചാര്യ പഠിക്കുന്നു. വേദപ്രകാശ്, സ്വാഭാവികമായിട്ടും ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് സൈഡിലേക്ക് ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ക്യാമ്പസുകളിലെ ഹോസ്റ്റലാണ്. പലരുടെയും ധാരണ ക്യാമ്പസ് ഹോസ്റ്റലുകൾ വളരെ അൺഹൈജനിക്കാണ്, ഫുഡ് ക്വാളിറ്റി വളരെ പോറാണെന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? ക്യാമ്പസിലെ മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഹോസ്റ്റൽ സംബന്ധിച്ചിടത്തോളം? BHUവിനെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ റെസിഡൻസ് താമസിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് BHU. അപ്പം ഇവിടെ പഠിക്കുന്ന ഒരു 70% സ്റ്റുഡൻസിനും BHUവിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ റൂം കിട്ടിയില്ലെങ്കിലും പുറത്ത് ഇതിൻ്റെ ചുറ്റുപരിസരങ്ങളിലായിട്ട് നമുക്ക് തുച്ഛമായ ചിലവിൽ റൂം അവൈലബിൾസ് ആണ്. പിന്നെ വൃത്തിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ സാമാന്യ ഒരു ഹോസ്റ്റലിൽ വേണ്ട എല്ലാ വൃത്തിയും കാര്യങ്ങളും എല്ലാം ഇവിടെ BHUവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കുസീനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്തിൽ നിന്ന് വന്ന ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ നോർത്ത് ഇന്ത്യൻസിനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഫെസിലിറ്റിയിലാണ് ഉള്ളത്. പിന്നെ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്റ്റലിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കുമുള്ള ഒരു കൺസേൺ ആണ് ഇവിടെ ലൈക്ക് നോൺ വെജ് കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ ഹോസ്റ്റലിൽ എങ്ങനെ നോൺ വെജ് ഫെസിലിറ്റി കിട്ടും? അതുപോലെ വെജിറ്റേറിയൻസിന് കൃത്യമായിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ അവൈലബിൾ ആണോ? എല്ലാ ഹോസ്റ്റലിലും നോൺ വെജും വെജുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും, അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതോടൊപ്പം നമ്മൾക്കിപ്പം സ്വാഭാവികമായിട്ടും കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഹോസ്റ്റലിൽ അതുമായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? അതുപോലെ പഠിക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇപ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ. അപ്പോൾ ആ ഒരു അന്തരീക്ഷം നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ലഭിക്കുമോ? ഹോസ്റ്റലുകളിൽ മുറിയിലല്ലെങ്കിൽ എല്ലാ ഹോസ്റ്റലുകളിലും സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് റൂംസും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഹോസ്റ്റലിനും അവരുടേതായിട്ടുള്ള കളിസ്ഥലങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സും ഇൻഡോറും ഔട്ട്ഡോറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കോർട്ടുകളും ബാഡ്മിൻ്റൺ, ടെന്നീസ് അങ്ങനെ പറയുന്ന ഓരോ കോർട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സോ വേദപ്രകാശ് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ BHUവിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ആയിക്കാലും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ പഠനം നമുക്ക് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നല്ല സമാധാനത്തോടുകൂടി പഠിക്കാനുള്ള ഒരുപാട് സ്റ്റഡി റൂം ഫെസിലിറ്റികളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാനാണെങ്കിലും പിന്നെ ചില ഹോസ്റ്റലുകളിൽ നമുക്ക് ഒരുമിച്ച് ഗെയിമുകളൊക്കെ കാണാൻ, ക്രിക്കറ്റ് പോലുള്ള മാച്ചസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി അടക്കം നമ്മളിവിടെ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാ വർഷവും ഹോസ്റ്റലുകൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അത് കൾച്ചറൽ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, സ്പോർട്സ് റിലേറ്റഡ് പ്രോഗ്രാം ആയിക്കോട്ടെ. സോ നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലൊരു സാധ്യത തന്നെയാണ് BHU ക്യാമ്പസ് നിങ്ങൾക്കായി തുറന്നു തരുന്നത്. ഒരു സയൻസ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നൽകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സയൻസ് സ്റ്റുഡൻറ്റിൽ തന്നെ അറിയാം. എൻ്റെ കൂടെയുള്ളത് ആസിഫ് ഇവിടെ ഫസ്റ്റ് ഇയർ MSc ടെക് ഇൻ ജിയോ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. സോ ആസിഫ്, ഒരു സയൻസ് മേഖലയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അതുപോലെ നമ്മുടെ ക്യാമ്പസിലെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു റിവ്യൂ, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫെസിലിറ്റീസ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് വിവരിക്കാമോ? First of all, thank you Fadil for giving me an opportunity to introduce about myself and about my department also. My name is Muhammad Asif and I am from Trivandrum, first year MSc Tech Geophysics student. ഒരു സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ടും CUET എഴുതി കഴിഞ്ഞാൽ കുട്ടിയുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും BHU ആയിരിക്കും. ഞാൻ BHU മുന്നോട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് ഫെസിലിറ്റീസും ന്യൂനതമായിട്ടുള്ള ടെക്നോളജിയോടുകൂടിയുള്ള മെഷീനറീസും പ്രൊഫസേഴ്സും റിസർച്ച് അസിസ്റ്റൻസും ഒക്കെയാണ്. അപ്പോൾ ലാബ് ഫെസിലിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ വരുന്ന ഇൻറ്റേൺഷിപ്സിനും ഡെസർട്ടേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മുന്നേറാൻ, മറ്റ് കമ്പാരിറ്റീവ്ലി എല്ലാവരേക്കാളും മുന്നേറാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഫസേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പ്രൊഫസേഴ്സാണ്, ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. ടെക്നോളജീസും എന്തുകൊണ്ടും ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അതേ ടെക്നോളജീസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ടും മറ്റ് കോളേജുകളെക്കാളും മുന്നേറാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് BHU. എന്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. സോ ആസിഫ് പറഞ്ഞ മാതിരി ഈ ഒരു മേഖലയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ടാർഗറ്റഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം BHU. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ CUET പ്രിപ്പയർ ചെയ്യുക. ആസിഫിനെ പോലെ ഈ ഒരു മേഖലയിലേക്ക്, ശാസ്ത്ര മേഖലയിലേക്ക് അറിയപ്പെടുന്ന അടുത്ത ശാസ്ത്രജ്ഞനായിട്ട് നിങ്ങൾക്ക് വളരാം. പൊതുവെയുള്ളൊരു ട്രെൻഡ് നാട്ടിലെ കോളേജിൽ UG പഠിച്ച് PGക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാറുള്ളതാണ്. എന്നാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകൾ നൽകുന്ന രസകരമായിട്ടുള്ള UG പ്രോഗ്രാംസ് ഇവിടെ ക്യാമ്പസിൽ ലഭ്യമാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് നന്ദന ഇവിടെ ഫൈനൽ ഇയർ BA ശാസ്ത്രി പഠിക്കുകയാണ്. കൂടാതെ എന്നേക്കാൾ കൂടുതൽ ക്യാമ്പസിൽ ചെലവഴിച്ചുകൊണ്ട് ക്യാമ്പസിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് നന്ദന. സോ നന്ദന, ഞാൻ പറഞ്ഞ മാതിരി പൊതുവേ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ UG പഠിക്കുക എന്നിട്ട് PGക്ക് ഇവിടെ വരാമെന്നുള്ളതാണ്. നന്ദനയുടെ ഇവിടുത്തെ ഒരു UG എക്സ്പീരിയൻസ് എന്താണ്? കൂടാതെ ഇവിടെ ഒരാൾ BHUവിൽ എന്തുകൊണ്ട് ഒരാൾ UGക്ക് വരണം? ഹായ്, എൻ്റെ പേര് നന്ദന സെറാജോൺ. ഞാൻ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. BHUവിൽ ശാസ്ത്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഫാദിൽ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് കൂടുതൽ കുട്ടികളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാറ് PG ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കുട്ടികളും UG നാട്ടിൽ ചെയ്തിട്ട് പിന്നെ വന്ന് PG സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ CUET ഫസ്റ്റ് ബാച്ചിൽ BHUവിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ UG തന്നെ പരമാവധി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് നാട്ടിലാവുമ്പോൾ നമ്മുടെ വീടുണ്ട്, നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പം നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു, എല്ലാത്തിലും നമ്മൾ നമ്മളെ തന്നെയാണ് അപ്പം നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾക്കൊരു ഈ BHUവിൽ തന്നെ പല ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് വിദ്യാർത്ഥികളായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു കേരളത്തിൽ നമ്മൾ മലയാളികളെ മാത്രം കണ്ടുവരുന്ന നമ്മൾ ഇവിടെ പല സ്റ്റേറ്റിൽ നിന്നുമുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ പല ഭാഷകൾ പഠിക്കുന്നു, പല കൾച്ചറുകളിൽ നമ്മൾ ഭാഗമാകുന്നു, പല അറിവുകൾ നമുക്ക്, അതായത് ഇപ്പോൾ ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ നമ്മൾക്ക് സമ്പാദിക്കുന്ന അത്ര അറിവ് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ യൂണിവേഴ്സിറ്റിയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്.
അടുത്തതായി ഞാൻ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, നാട്ടിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫാക്കൽറ്റീസിൽ നിന്നുള്ള ആ ഒരു നോളജും കാര്യങ്ങളും, കാരണം അത്രയും എക്സ്പീരിയൻസ്ഡും സ്കോളേഴ്സും ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് ഇവിടെ BHUവിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവരെല്ലാവരും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തു നിന്ന് അതുപോലെ അറിവ് നമുക്ക് സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല അതുപോലെ ലൈബ്രറി സൗകര്യങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് BHU എന്ന് എനിക്ക് തോന്നുകയാണ്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ. അപ്പോൾ ഈ കുറച്ച് കാരണങ്ങളാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന കുറച്ച് കാരണങ്ങൾ. സോ തന്നെ നന്ദന പറഞ്ഞ മാതിരി നമുക്ക് നല്ലൊരു UG ലൈഫ് തന്നെ BHUവിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസാണ്. സോ നാട്ടിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അമൗണ്ടിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ പോലും നമ്മളിവിടെ മൊത്തം എക്സ്പെൻസിൽ, നമ്മുടെ ഫീസും നമ്മുടെ ഇവിടെ ലിവിങ് എക്സ്പെൻസ് മൊത്തം പോലും ആ ഒരു എമൗണ്ട് വരാറില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് BHUവിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ എനിക്ക് നെക്സ്റ്റ് നന്ദനയിൽ നിന്ന് അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗേൾസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് നമ്മൾ നോർത്തിലേക്കാണ് പോകുന്നവരും ഗേൾസിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ആസ് എ ഗേൾ അഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ ഫാദിൽ പറഞ്ഞ ആശങ്കകളെല്ലാം ചില പേരൻസിനെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ചില രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും തീർച്ചയായും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്രയ്ക്ക് വറീഡ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം BHU പോലൊരു യൂണിവേഴ്സിറ്റിയിൽ അത്രയും സെക്യൂറാണ്. കാരണം എല്ലാ ചൗരാഹയിലും സെക്യൂരിറ്റി സർവീസസ് ഉണ്ട്. പിന്നെ നല്ലൊരു പ്രോക്ടർ സർവീസ് തന്നെ നമുക്കുണ്ട്. ക്യാമ്പസിൻ്റെ അകത്ത് വളരെ സേഫാണ്. എന്നാൽ BHUവിൻ്റെ പുറത്താണെങ്കിൽ അതൊരു ടൗൺഷിപ്പാണ്. വലിയ പ്രശ്നങ്ങൾ നമ്മളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് BHU നമ്മളെ മലയാളി അസോസിയേഷനും ഉണ്ട്. പിന്നെ നമുക്കൊരു ബസ് സർവീസ് ഉണ്ട്, ഗേൾസ് ഹോസ്റ്റലിൽ വരെ പോകുന്ന ഒരു ബസ് സർവീസ് ഉണ്ട്. 10 മണി വരെ അത് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇങ്ങനെ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാ തരത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും BHU പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നന്ദൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി പ്രോട്ടോകോൾസ് നിറഞ്ഞ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. സോ നെക്സ്റ്റ് എനിക്ക് നന്ദനിൽ നിന്ന് അറിയേണ്ടത്, ഇപ്പം നന്ദൻ ഇപ്പം പഠിക്കുന്നത് സാൻസ്ക്രിറ്റ് ഫാക്കൽറ്റിയിലാണ്, BA ശാസ്ത്രി. സോ ഈ ശാസ്ത്രി, ആചാര്യ, സാൻസ്ക്രിറ്റ് തുടങ്ങിയ മേഖലയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് BHU നൽകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി സാൻസ്ക്രിറ്റ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബിലോങ് ചെയ്യുന്ന ഫാക്കൽറ്റി ഓഫ് SVDV എന്നാണ്, സാൻസ്ക്രിറ്റ് വിദ്യാധർമ്മ വിജ്ഞാൻ. അപ്പോൾ ഇതിൽ ശാസ്ത്രി എന്നൊരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാൻസ്ക്രിറ്റിൽ കൂടുതൽ അറിവുണ്ടാവുക എന്നുള്ളൊരു രീതിയിലാണ്. കാരണം ശാസ്ത്രി എന്നൊരു കോഴ്സിൽ അത് ട്രഡീഷണൽ സാൻസ്ക്രിറ്റ് ആണ്. സാധാരണ ആ ഒരു സാൻസ്ക്രിറ്റ് നമ്മൾ പഠിച്ചു പോകുന്നതിന് നന്നായിട്ട് ഗ്രന്ഥങ്ങളെ മുൻനിർത്തി നമ്മൾ പഠിക്കുന്ന ആ ഒരു കോഴ്സാണ്. അതേസമയം ഇത് കാശിയിൽ നിന്ന് പഠിക്കുമ്പോൾ അത് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. കാരണം സാൻസ്ക്രിറ്റിൻ്റെ സംസ്കൃതത്തിൽ തന്നെ വളരെ പ്രശസ്തരായ കവികളും അതേപോലെ വൈയാകരന്മാരും ഉത്ഭവിച്ച ഒരു നാടാണ്, അല്ലെങ്കിൽ ഒരു മണ്ണാണ് കാശി. അപ്പോൾ അവിടെ നിന്ന് ഇത് പഠിക്കുക എന്നത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഓരോ വ്യക്തിയോടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സംസ്കൃതമാണ് എന്ന് പഠിക്കുമ്പോൾ അവർ തന്നെ വളരെ അത്ഭുതപ്പെട്ടാണ്. കാരണം സംസ്കൃതത്തിൽ അത്രയും നിറവുള്ള ഒരു സ്ഥലമാണ് കാശി. കാരണം സ്പിരിച്വലായിട്ടാണെങ്കിലും എന്തൊരു ഇതിലാണെങ്കിലും സാൻസ്ക്രിറ്റിലെ പല സ്ക്രിപ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ റോ ആയിട്ടുള്ള ആ ഒരു കോപ്പിയും പുസ്തകങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളത് ഇവിടെ വളരെ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. പിന്നെ ലൈബ്രറി സർവീസസ് ആണെങ്കിലും പിന്നെ അതുപോലത്തെ സ്കോളേഴ്സാണ്, സാൻസ്ക്രിറ്റ് സ്കോളേഴ്സാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BHU വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ പരമാവധി BHUവിലേക്ക് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം സംസ്കൃതത്തിൽ അതുപോലെ പേരുകേട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് BHU. അങ്ങനെ അറിഞ്ഞാണ് ഞാനും BHUവിലേക്ക് വരാൻ ഇടയായത്. അപ്പോൾ അത്രയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ നന്ദന കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും നേരം ഞങ്ങളിപ്പം ടൈം സ്പെൻഡ് ചെയ്ത നന്ദനയ്ക്ക് നന്ദി. സോ ഇനിയും നന്ദനെ പോലെയുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇനിയും UG പ്രോഗ്രാം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ടോപ്പ് പ്രയോറിറ്റി ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക മികവിനോടൊപ്പം തന്നെ കായിക രംഗത്തും തിളങ്ങാനുള്ള നല്ലൊരു അവസരം യൂണിവേഴ്സിറ്റി സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം വിദ്യാർത്ഥികൾ തന്നെ. ഹലോ, എൻ്റെ കൂടെയുള്ളത് ഫിലിപ്പ്.
ഫിലിപ്പ് ഫസ്റ്റ് ഇയർ MSc ടെക് ജിയോ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ കമ്മിറ്റിയുടെ സ്പോർട്സ് സെക്രട്ടറിയാണ്. സോ ഫിലിപ്പ്, BHU സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അവസരങ്ങളാണ്, എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ ക്യാമ്പസ് നൽകുന്നത്? കായികരംഗം പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഗ്രൗണ്ടുകളിലൊക്കെ അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അവസരങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. കാരണം ഇഷ്ടംപോലെ ഗ്രൗണ്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട് ആയാലും ക്രിക്കറ്റ് ആണ്, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ആണ്, ഇഷ്ടംപോലെ ഇൻഡോർ കോർട്ടുകൾ, ടെന്നീസ് കോർട്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഒരുക്കുന്നുണ്ട്. സ്പോർട്സ് പരമായുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഒരുക്കുന്നുണ്ട്. താങ്ക് യു ഫിലിപ്പ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളത് വൈഷ്ണവ് ഫസ്റ്റ് ഇയർ MSc ബോട്ടണി സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം റീസെൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ചാമ്പ്യൻ ടീമിലെ മെമ്പറാണ്. സോ വൈഷ്ണവ്, എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ ടൂർണമെൻ്റ് ഒക്കെ നടക്കാറുണ്ട്? അതായത് കായിക രംഗത്ത് നല്ല രീതിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമായി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കാറുണ്ട്. ഇപ്പോൾ ഇൻ്റർ ഹോസ്റ്റലായിട്ടാണെങ്കിലും ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട്, ഇൻ്റർ ഫാക്കൽറ്റി ആയിട്ടും, പിന്നെ ഇടയ്ക്കൊക്കെ യൂണിവേഴ്സിറ്റി ലെവലായിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് ഫാക്കൽറ്റി ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കാറ്. അപ്പോൾ അത്രയും പിള്ളേർക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാലോ, ആവശ്യത്തിലധികം സ്റ്റുഡൻസ് പഠിക്കുന്നൊരു ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫാക്കൽറ്റീസിലും ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ കൂടുതൽ പിള്ളേരും വൈകുന്നേരമൊക്കെ ആയിട്ടും കളിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡോറായിട്ടും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനുള്ള ഇവർക്ക് കഴിവ് തെളിയിക്കാനുള്ള പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനും തന്നെ റീസെൻ്റ്ലി ഈ പറഞ്ഞിട്ടുള്ള പല കോമ്പറ്റീഷനും ഭാഗമായിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ അതൊരു എന്തുകൊണ്ടും നല്ലൊരു ചോയ്സാണ്. സോ വൈഷ്ണവ് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ക്യാമ്പസിൽ ഉദാഹരണത്തിന് കായിക രംഗത്തേക്ക് മുന്നേറാൻ, അതിലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ആലുമിനായിട്ടുള്ള കുറച്ച് ആൾക്കാർ അത്ലറ്റിക്സ് രംഗത്തൊക്കെ അവരുടെ കരിയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർ തുടങ്ങിയത് ക്യാമ്പസിൽ നിന്ന് കിട്ടിയ പ്ലാറ്റ്ഫോം കൊണ്ടാണ്. താങ്ക് യു വൈഷ്ണവ്. കൂടെയുള്ളത് മിഥുനാണ്. മിഥുൻ ഫസ്റ്റ് ഇയർ MPMR സ്റ്റുഡൻ്റ് ആണ്. സോ മിഥുൻ, ഈ ഒരു രംഗത്ത് മലയാളികളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? മലയാളികൾ ഈ ഒരു കായിക മേഖലയിൽ നമ്മുടെ ക്യാമ്പസിൽ എത്രത്തോളം ആക്റ്റീവാണ്? മലയാളികളുടെ ആക്റ്റീവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്നും വൈകുന്നേരങ്ങളിൽ ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ മുതലായ പല ഗെയിംസുകളും ഇവിടെ നമ്മൾ നടത്താറുണ്ട്. എന്നും എല്ലാവരും നന്നായി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പോരാത്തതിന് റീസെൻ്റ്ലി മല്ലു പ്രീമിയർ ലീഗ് എന്ന പേരിലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അതിഗംഭീരമായിട്ട് നടത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റും നടത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് രംഗത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുപാട് അവസരങ്ങൾ ക്യാമ്പസ് ഒരുക്കുന്നു. ക്യാമ്പസിൽ ജിംനേഷ്യം ലഭ്യമാണ്. അവിടെ ബോഡി ബിൽഡിംഗ്, മസിൽ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എൻഗേജ് ചെയ്യാം. കൂടാതെ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഓപ്പൺ ജിമ്മും ലഭ്യമാണ്. ഇതോടൊപ്പം ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് കൂടെ റെസ്ലിംഗ്, ബോക്സിംഗ് തുടങ്ങിയ മാർഷൽ ആർട്സ് പഠിക്കാനുള്ള സംവിധാനവും ക്യാമ്പസിനകത്തുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലോ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം മുതൽ 3 ഇയർ ലോ പ്രോഗ്രാമും ഇവിടെ ലഭ്യമാണ്. നമുക്ക് ലോ ഫാക്കൽറ്റിയെക്കുറിച്ചിട്ടും ലോ പ്രോഗ്രാമിനെ കുറിച്ചും കൂടുതൽ അറിയാം ദിയയിൽ നിന്ന്. ദിയ ഇവിടെ ഫൈനൽ ഇയർ BA LLB ഹോണേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. കൂടാതെ ലാസ്റ്റ് ഇയർ മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ ട്രഷറർ കൂടിയാണ്. സോ ദിയ, ലോ ഫാക്കൽറ്റിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? അതുപോലെ ഇവിടെ കൊടുക്കുന്ന പ്രോഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഹലോ, എൻ്റെ പേര് ദിയ എന്നാണ്. ഞാനിവിടെ BA LLB ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. നാട്ടിൽ കോഴിക്കോടാണ് സ്ഥലം. ഇവിടെ ലോ ഫാക്കൽറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് ലോ ഫാക്കൽറ്റി BHU. പിന്നെ പ്രോഗ്രാംസിനെ പറ്റി പറയുകയാണെങ്കിൽ 12th കഴിഞ്ഞിട്ട് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് BA LLB ഓണേഴ്സ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 ഇയർ LLB ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സിൽ തന്നെ LLMൽ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസും ലോ ഫാക്കൽറ്റി BHU ലോ ഫാക്കൽറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ PhD പ്രോഗ്രാംസും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്പോഷറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വാരണാസി ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്. പിന്നെ നിയറസ്റ്റ് ഹൈക്കോർട്ട് വരുന്നത് അലഹബാദാണ്. പിന്നെ ഫാക്കൽറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ജുഡീഷ്യറി പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. സോ ദിയ പറഞ്ഞ മാതിരി ഇപ്പോൾ ലോയറായിട്ട് കരിയർ തുടങ്ങാനാണെങ്കിലും അതല്ല ജുഡീഷ്യൽ മേഖലയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒരുപോലെ സാധ്യതയുള്ള ഒരു ലോ പ്രോഗ്രാമാണ് ഇവിടുത്തെ ലോ ഫാക്കൽറ്റി. അതിനനുസരിച്ചുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ധന്യമാണ് ഈ ഒരു ഫാക്കൽറ്റി. സോ ലീഗൽ കരിയറിലേക്ക് മുന്നേറാൻ നിങ്ങൾക്ക് മുന്നിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു എസ്റ്റീം പ്രസൻസിൻ്റെ ബ്ലെസ്സിംഗ് ലഭിച്ചിരിക്കുകയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മലയാളി ഫാക്കൽറ്റീസ് ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്.
ഞാൻ സാറിനെ പരിചയപ്പെടുത്താണ്. ഫാക്കൽറ്റി ഓഫ് വിഷ്വൽ ആർട്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെയിൻറ്റിങ്ങിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ നായർ സാറാണ്. സാറ് നമ്മുടെ ഹോസ്റ്റലിൽ ഒന്നായിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി ഹോസ്റ്റലിൽ ചെയ്ത പ്രധാനപ്പെട്ട വർക്കിൻ്റെ കൂടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സോ സാർ, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് BHUവിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ കേരളത്തിൽ വരുന്ന സ്റ്റുഡൻസിനോട് സാറിന് പറയാനുള്ള മെസ്സേജ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇത് അറിയാലോ, ഏറ്റവും പഴക്കം ചെന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. മദൻ മോഹൻ മാളവ്യ ആണ് അതിൻ്റെ ഫൗണ്ടർ. അറിയാം, ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. മോർ ദാൻ 35,000 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ 17 വർഷമായിട്ട് ഉണ്ട്. എൻ്റെ പേര് സുരേഷ് കെ നായർ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാക്കൽറ്റി ഓഫ് വിഷ്വൽ ആർട്സ്. ഫാക്കൽറ്റി ഓഫ് വിഷ്വൽ ആർട്സിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ചിത്രകല, ഫോട്ടോഗ്രാഫി, പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ അപ്ലൈഡ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൾപ്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പ്രധാനമായിട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ സെൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് മ്യൂറൽസ്, വേർ ഐ ആം വർക്കിംഗ്, പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് പോട്ടറി സിറാമിക്സ്. ഇങ്ങനെ 5 മെയിൻ സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത്. ഒരു 800ഓളം കുട്ടികളുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് അടക്കം BFA 4 വർഷത്തെ, 2 വർഷത്തെ MFA, പിന്നെ 3 വർഷം മിനിമം PhD പ്രോഗ്രാംസ്. ഇതാണ് ഞങ്ങളുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ. കേരളത്തിൽ നിന്ന് കൂടുതൽ കുട്ടികളെ ഇവിടെ വന്ന് പഠിക്കണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് വന്നിരുന്നു കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ പ്രത്യേകിച്ച് CUETയുടെ ആ അണ്ടറിൽ പുതിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പ്രത്യേകിച്ച് ലൈബ്രറിയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു, പിന്നെ ഈ സ്പേസ്, ബനാറസ്, കാശി അല്ലെങ്കിൽ വാരണാസി, ഇതൊരു വലിയൊരു നല്ലൊരു സ്പേസാണത്. കൂടുതൽ കുട്ടികൾ ഇവിടെ വരേണ്ടതുണ്ട്. പണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. വലിയൊരു ലെഗസി ഉണ്ട്. ബനാറസിൽ വന്ന് പഠിച്ച പണ്ട് ഡോക്ടർമാരും, എനിക്കത് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. കൂടുതലും നഴ്സുമാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫാക്കൽറ്റീസ് എനിക്ക് തോന്നുന്നു ഒരു 10-15 ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. കുട്ടികളെ ഇപ്പോൾ ഒരു 300 ആയിട്ടുണ്ട് തോന്നുന്നു. താങ്ക് യു സർ. സാർ പറഞ്ഞാൽ അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പെയിൻറ്റിങ്, അതുപോലെ വിഷ്വൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലയിൽ നല്ല സാധ്യതകൾ ക്യാമ്പസ് ഒരുക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബനാറസ് എഞ്ചിനീയറിംഗ് കോളേജായി തുടങ്ങിയ BHUവിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് 2012 IIT സ്റ്റാറ്റസായി ഉയർത്തി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് IIT BHU. നമുക്ക് IITയെക്കുറിച്ച് കൂടുതലറിയാം IITയുടെ സ്റ്റുഡൻറ്റിൽ നിന്ന്. എൻ്റെ കൂടെയുള്ളത് പ്രണവ് IITയിൽ 5th ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷം സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് വൈസ് പ്രസിഡന്റ് കൂടെയായിരുന്നു. സോ പ്രണവ്, IITയെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് 2012 കോളേജ് തുടങ്ങിയെങ്കിലും ഒരു 100 വർഷത്തെ ഒരു പാരമ്പര്യം ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതുപോലെ തന്നെ തനതായ ഒരു പാരമ്പര്യം IITക്കും ഉണ്ട്. അപ്പോൾ മറ്റു പല പുതിയ IITകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു 100 വർഷത്തെ അലം ബേസ് ഉള്ള, അതിന് അത്രയും ഒരു ഹെറിറ്റേജ് ഉള്ള ഒരു IITയാണിത്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന IITകളിൽ കൂടി ഒന്നാണ്. ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഖരഗ്പൂരിലാണ്. അത് കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തോ മറ്റോ വരുന്ന ഒന്നാണ് IIT BHUവിൻ്റെ. ഏതാണ്ട് 10,000-12,000 കുട്ടികൾ IITയിൽ മാത്രം ഇവിടെ പഠിക്കുന്നുണ്ട്. UG, PG, IDD, മാസ്റ്റേഴ്സ്, PhD, പിന്നെ പ്രോജക്ട് ഫെലോസ് എന്നെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ 17 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. 14 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളും പിന്നെ 3 സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, വളരെ ചുരുക്കം IITകളിലുള്ളതുപോലെ ഇവിടെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല മലയാളികൾക്കും അത് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും IITയിലേക്ക് എത്താനുള്ളൊരു സാധ്യത അതിൻ്റെ അകത്തുകൂടിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് ലൈഫിനെ പറ്റി ജനറലായിട്ട് പറയുകയാണെങ്കിൽ 20ഓളം ഹോസ്റ്റലുകൾ, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെയുള്ള സ്റ്റുഡൻറ് ആക്ടിവിറ്റീസും. ഇപ്പോൾ 5 കൗൺസിലുകളും ഏതാണ്ട് 45-50ഓളം ക്ലബ്ബുകളും 5 സെല്ലുകളും പിന്നെ അതിനെ നിയന്ത്രിക്കുവാനായി ഒരു സ്റ്റുഡൻറ് യൂണിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അതിൽ തന്നെ ശാസ്ത്രം, കായികം, കല എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള കലോത്സുകതയും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം നമ്മുടെ IITയിലുണ്ട്.
അങ്ങനെയുള്ള എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെയുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ്, അങ്ങനെ ഒന്ന് തുടങ്ങി സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ CIF സെൻട്രൽ ഇൻസ്ട്രുമെന്റ് ഫെസിലിറ്റി, പ്രസിഷൻ എഞ്ചിനീയറിംഗ് ഹബ്, പിന്നെ നമ്മുടെ പലതരത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ട ഒരു കമ്പനി തുടങ്ങാനാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടുകളും ഇവിടെ ലഭിക്കുന്നതാണ്. പോരാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത വർഷം മുതൽ IIT-യിൽ കുറച്ച് അക്കാഡമിക്സ് ചേഞ്ചസ് കൂടി വരുന്നുണ്ട്. ഈ വർഷത്തെ ജോസ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ പ്രണവ് പറഞ്ഞ മാതിരി എല്ലാ അർത്ഥത്തിലും നല്ലൊരു സാധ്യതകളുള്ള എഞ്ചിനീയറിംഗ് അതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നല്ലൊരു ഹയർ സ്റ്റഡീസിനും പറ്റിയൊരു പെർഫെക്റ്റ് സ്പേസ് തന്നെയാണ് IIT BHU. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് HSS ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി. പലരും അതിനെക്കുറിച്ച് അവെയർ അല്ല. ഇംഗ്ലീഷ്, സോഷ്യോളജി, ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പോലും ഇന്ന് IIT നിന്ന് പഠിക്കാൻ പറ്റും വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ. സോ എല്ലാ അർത്ഥത്തിലും നല്ലൊരു സാധ്യതകളുള്ള ഒരു ക്യാമ്പസാണ്. സോ അതിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ ക്യാമ്പസ് കൂടാതെ 5ഓളം അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ട്. അവ MMV, DAV, VCW, VKM, AMPG തുടങ്ങിയ കോളേജസാണ്. BHUവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ മെയിൻ ക്യാമ്പസ് കൂടാതെ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഈ അഫിലിയേറ്റഡ് കോളേജുകളിലും ലഭ്യമാണെന്നുള്ളതാണ്. നമുക്ക് അഫിലിയേറ്റഡ് കോളേജിനെ കുറിച്ച് കൂടുതലായി അറിയാം. എൻ്റെ കൂടെയുള്ളത് ആദില. അതിലിപ്പോൾ സെക്കൻഡ് ഇയർ MA സൈക്കോളജി സ്റ്റുഡൻ്റാണ്. DAV കോളേജിൽ നിന്നാണ് പെർസ്യൂ ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക. കൂട്ടത്തിൽ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഹായ്, ഐ ആം ആദില. ഞാൻ PG സൈക്കോളജി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ BHUവിൻ്റെ തന്നെ അഫിലിയേറ്റഡ് കോളേജായ DAVയിലാണ് PG ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ DAV എന്ന് പറയുന്നത് ഒരു കോഡ് കോളേജാണ്. സോ DAVയിൽ UG, PG ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ DAV പോലെ തന്നെ ഒരുപാട് അഫിലിയേറ്റഡ് കോളേജുകളുണ്ട് ക്യാമ്പസ് BHUവിൻ്റെ അണ്ടറിൽ. അതാണ് AMPGU, VKM, VCW ആൻഡ് MMV എന്ന് പറയുന്നത്. സോ ഈ ബാക്കി 4 കോളേജുകളും വുമൻസ് കോളേജുകളാണ്. അതുപോലെ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവിടുത്തെ എക്സ്പോഷർ? നമ്മുടെ BHU മെയിൻ ക്യാമ്പസിനെ പോലെ സിമിലർ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാറുണ്ടോ? പിന്നെ സാധാരണ ഒരു ധാരണയാണ് അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസുമായിട്ട് ബന്ധമില്ലാത്ത അവർ വേറെ ഒരു ലൈഫ് ഉള്ള ഒരു ക്യാമ്പസ് എന്നുള്ള രീതിയിൽ. സോ എന്താണ് അഫിലിയേറ്റഡ് കോളേജിലെ യാഥാർത്ഥ്യം എന്താണ്? സോ അഫിലിയേറ്റഡ് കോളേജുകൾ BHUവിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്ക് BHU ക്യാമ്പസിൽ കിട്ടുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമ്മളെ ക്യാമ്പസുകളിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പം എഡ്യൂക്കേഷനിൽ എന്താ പറയുക ഫാക്കൽറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണുള്ളത്. അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഈവൻ PhD ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല സപ്പോർട്ടീവാണ് അവർ. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് നമ്മൾ മെയിൻ ക്യാമ്പസിൽ പഠിക്കുമ്പം അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അഫിലിയേറ്റഡ് കോളേജിൽ ആ സിമിലർ എക്സ്പോഷർ കിട്ടില്ല എന്നുള്ളൊരു കൺസേൺ വരാൻ ചാൻസ് ഉണ്ട്. സോ അഫിലിയേറ്റഡ് കോളേജിൽ അക്കാഡമിക് എക്സ്പോഷർ എന്തൊക്കെയാണ്? പിന്നെ അതുപോലത്തെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ അഫിലിയേറ്റഡ് കോളേജ് ആകുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല എന്ന്. സോ ഈ വിഷയങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ മെയിൻ ക്യാമ്പസിൻ്റെ അതേ ഒരു ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് നമ്മളെ കോളേജുകളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമ്മളെ ക്യാമ്പസുകളിൽ നമുക്കുള്ളത്. അപ്പോൾ ഈവൻ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ലെവൽ സപ്പോർട്ടീവ് ആൻഡ് എക്സ്പോഷറാണ് നമുക്ക് കിട്ടുന്നത്, ഈവൻ ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മളെ ക്യാമ്പസ് ഇപ്പം മെയിൻ ക്യാമ്പസിൽ നിന്നും അത്ര ദൂരമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരാം, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. സോ UG, PG ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഫിലിയേറ്റഡ് കോളേജുകൾ പറയുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് അതും ഒരു ചൂസ് ചെയ്യാം. BHUവിൻ്റെ മെയിൻ ക്യാമ്പസിന് പുറമെ മിർസാപൂരിൽ ഒരു റീജിയണൽ ക്യാമ്പസ് ഉണ്ട്. ഇത് ഉത്തർപ്രദേശിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ക്യാമ്പസിൻ്റെ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നു. 2700 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ക്യാമ്പസ് രാജീവ് ഗാന്ധി സൗത്ത് ക്യാമ്പസ്. ഇവിടെ ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ആധുനികമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. കൂടാതെ വൊക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുതിയ കോഴ്സുകളും ഈ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ബോഡിയുണ്ട് മലയാളികൾക്കായിട്ട്, BHU മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ. നമുക്ക് അതിൻ്റെ ഭാരവാഹികളിൽ നിന്ന് തന്നെ കൂടുതൽ അറിയാം. എൻ്റെ കൂടെയുള്ളത് നിരഞ്ജ് ഇവിടെ 5th ഇയർ IIT സ്റ്റുഡൻ്റാണ്. അതോടൊപ്പം ലാസ്റ്റ് ഇയർ നമ്മുടെ BHU മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. സോ നിരഞ്ജ്, നമ്മുടെ ഈ ഒരു അസോസിയേഷൻ്റെ ഒരു ഹ്രസ്വമായ ചരിത്രവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഓക്കെ. സോ ഹായ്, എൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്. നാട്ടിൽ ട്രിവാൻഡ്രം. ഇവിടെ IIT BHUവിൽ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 5th ഇയർ സ്റ്റുഡൻ്റാണ്. സോ പൊതുവെ നാട്ടിൽ മലയാളികൾക്ക് തന്നെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വാരണാസിയിലധികം മലയാളികളില്ല, മലയാളികൾ ഇപ്പോഴാണ് പിന്നെയും മലയാളികൾ കുറച്ചുകൂടെ വന്നു തുടങ്ങുന്നത്, ഇവിടെ ഒരു ത്രൈവിങ് മലയാളി കമ്മ്യൂണിറ്റി ഇല്ല എന്നൊരു ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പക്ഷെ അതങ്ങനെയല്ല. ഇവിടെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളികൾ, ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളൊരു മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഒരുപാട് ആളുകളുള്ള ഒരു വലിയ സമാജം തന്നെ ഇവിടെ ഉണ്ട്. സോ അതിനെ
സമാജത്തിലെ അംഗങ്ങൾ ഇവിടെ ട്രോമ സെൻറ്ററിലായിട്ടും പിന്നെ BHU ഫാക്കൽറ്റിയിലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമാജത്തിനോട് പാരലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിൻ്റെ ഒരു അസോസിയേഷനുണ്ട്, മലയാളി സ്റ്റുഡൻസിൻ്റെ ഒരു അസോസിയേഷനുണ്ട്. ഏകദേശം 200 സ്റ്റുഡൻസ് ആ അസോസിയേഷനിൽ അംഗങ്ങളാണ്. സോ അത് ആ കൂട്ടായ്മ അൺഒഫീഷ്യലായിട്ട് ഒരു പറയാതെ ആ പ്രവൃത്തിയിൽ മാത്രം ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ആ ഒരു അസോസിയേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് 2023 തൊട്ടാണ് നമ്മളൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറോട് കൂടി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അത് ആ അസോസിയേഷൻ്റെ രണ്ടാമത്തെ ഇയറിൽ 2024-25 പ്രസിഡൻ്റ് ആയിരുന്നു ഞാൻ. ഒരു മലയാളി സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങളിവിടെ വാരണാസിയിൽ വരികയാണെങ്കിൽ ആക്ച്വലി അഡ്മിഷൻ എടുക്കുന്നത് മുതൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ പിന്നെ ഇങ്ങോട്ടൊരു സ്റ്റുഡൻറ്റിന് ക്യാമ്പസിൽ അത്യാവശ്യം വേണ്ടിവരുന്ന എല്ലാ ഫെസിലിറ്റീസിലും അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ഒരു അനുയായി എന്ന പോലെ അസോസിയേഷൻ ഇവിടെ ഉണ്ടാവും. ഫ്രം ദ പോയിന്റ് ഓഫ് അഡ്മിഷൻ ടു എന്താ പറയുക, ഇവിടെ ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ അഡ്മിഷൻ സമയത്ത് ഒരു ഹെൽപ്പ് ഡെസ്കും നമ്മൾ ഫോം ചെയ്യാറുണ്ട് എല്ലാ വർഷവും. അതുപോലെ തന്നെ ക്യാമ്പസിലുടനീളം എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ അല്ലാതെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഗ്രീവിയൻസ് കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അസോസിയേഷനിലെ അംഗങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ മാറുന്നത് പോലെ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാറാറുണ്ട്. സോ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു എൻഗേജിങ് ആയിട്ട് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. വളരെ ത്രൈവിംഗ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയും ഉണ്ട് ഇവിടെ, വർക്കിംഗ് കമ്മ്യൂണിറ്റി, അതായത് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള മലയാളികൾ സമാജമുണ്ട് ഇവിടെ. അപ്പോൾ ഈ അസോസിയേഷനിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമ്മുടെ പ്രതിനിധികളുണ്ട് സ്റ്റുഡൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റിയും മലയാളി പ്രൊഫസേഴ്സും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയും നമുക്ക് നല്ല സഹകരണം തരാറുണ്ട്. അത് നമ്മൾ ഈ അസോസിയേഷൻ ഫോം ചെയ്തത് മുതൽ ഭയങ്കര സപ്പോർട്ടീവാണ്. താങ്ക് യു നീരജ്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചു തന്നു. നമ്മുടെ ഈ ഒരു അസോസിയേഷൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയും പലർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ക്യാമ്പസിൽ മലയാളി കൂട്ടായ്മ നടത്തുന്ന പരിപാടികൾ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എൻ്റെ കൂടെയുള്ളത് ആർദ്ര. നമ്മൾ ഈ വർഷത്തെ BHU മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ സ്റ്റുഡൻ്റാണ്. സോ ആർദ്ര, നമ്മൾ ക്യാമ്പസിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഓർഗനൈസ് ചെയ്യാറുള്ളത്? ഹലോ, എൻ്റെ പേര് ആർദ്ര. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ അഗ്രികൾച്ചറിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ കലാപരമായിട്ടും സാംസ്കാരികമായിട്ടും പരിപാടികളായിട്ടും നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നാടിന്ന് എന്തായാലും ഓഫ് കോഴ്സ് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്, അയ്യോ ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലേ, ഈ പ്രോഗ്രാംസൊക്കെ നമ്മുടെ നാട് മിസ് ചെയ്യല്ലോ, സദ്യ കഴിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലെത്തുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ന്യൂ ഇയർ തൊട്ടിട്ട് നമ്മൾ എല്ലാ പരിപാടീസും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓണം തൊട്ട് വിഷു ഉണ്ട്, ഹോളി ഉണ്ട്, നമ്മൾ നോമ്പുതുറ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മളൊരു ഗ്യാതറിങ്സ് മലയാളീസ് എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് എല്ലാവരും കൂടി കാഷ്വലായിട്ട് നമ്മൾ മീറ്റപ്പ് ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ നമ്മൾ ബർത്ത്ഡേ പാർട്ടീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി സ്പോർട്സും ആയിട്ട് നമ്മൾ പ്രാവശ്യം തൊട്ട് നമ്മൾ സ്പോർട്സ് മീറ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഹോം സിക്നെസ് എന്നൊരു സംഭവം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കാറുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ നവാഗതർക്കൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, നിങ്ങൾ ഈ ഒരു ക്യാമ്പസിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും അസിസ്റ്റൻസുമായിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണം. ബിക്കോസ് ദിസ് ഈസ് ദ പ്ലേസ് വെർ യു ക്യാൻ ത്രൈവ് ആൻഡ് വി മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ കമ്മ്യൂണിറ്റി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഫോർ ദാറ്റ്. കാശി ഹിന്ദു വിശ്വവിദ്യാലയത്തിൻ്റെ പ്രൗഢിയും പ്രശസ്തിയും ഉയർത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന BHU അലുമിനായി ക്യാമ്പസിൻ്റെ യശസ് ഉയർത്തുന്നു. നിങ്ങൾ കണ്ടതിൽ കൂടുതൽ കാണാനും കേട്ടറിഞ്ഞതിൽ കൂടുതൽ അറിയാനും നിങ്ങൾക്കും അവസരമുണ്ടാകട്ടെ. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക്.